റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. PSC കോഴ വിവാദത്തിൽ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കും. സംഘടനാ നടപടി പൂർത്തിയാക്കി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ CPIM നേതൃത്വത്തിലെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിലും നടപടിയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന് പാർട്ടി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ആക്ഷേപം. ഇയാൾക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിലക്കേർപ്പെടുത്തി. പ്രമോദിന്റെ വഴിവിട്ട ബന്ധങ്ങളിൽ ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R. ശ്രീജിത്ത്, ഒപ്പം കോഴിക്കോട്ട് നിന്ന് VS രഞ്ജിത്ത് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം R. ശ്രീജിത്തിലേക്ക്. ഗുഡ് മോർണിംഗ് R. ശ്രീജിത്ത്. പുറത്താക്കാൻ തീരുമാനിച്ചോ പ്രമോദ് കോട്ടൂളിയെ? സുജിയ, ഗുഡ് മോർണിംഗ്. പ്രമോദ് കോട്ടൂളിയെ PSC കോഴ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPIMൽ നിന്ന് പുറത്താക്കാനുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ്. ഇനി സംഘടനാ നടപടികൾ പൂർത്തീകരിക്കുക എന്ന ഒരു ഔപചാരികത മാത്രമാണ് ബാക്കിയുള്ളത്. കർശനമായ നടപടി ഈ കോഴ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തെ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ നാണക്കേടായ വിഷയമാണ്. പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് പോലും കരുതൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ആരോപണമാണ്. കാരണം മന്ത്രി മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞാണ് പാർട്ടി കുടുംബത്തിലെ ഒരു വനിതാ ഡോക്ടറിൽ നിന്ന് 22 ലക്ഷം രൂപ കൈപ്പറ്റിയത്. 60 ലക്ഷത്തിന് രൂപയ്ക്കാണ് ഇടപാട് ഉറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടു പോകാൻ ഇനി കഴിയില്ല എന്ന നിലപാടിലേക്ക് നേതൃത്വമെത്തി. അതുകൊണ്ട് തന്നെ കർശന നടപടി സമയബന്ധിതമായി എടുക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ CPIM സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടി ഉണ്ടാകും. കൂടി വന്നാൽ ഒരാഴ്ചയ്ക്ക് അകത്തോ അല്ലെങ്കിൽ 10 ദിവസത്തിനകത്തോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും CPIM സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടെ വീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് CPIM നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കോഴ ആരോപണം നേരിടുന്ന പ്രമോദ് കോട്ടൂളിയും. അതുകൊണ്ട് തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധം കൂടി ഉച്ചാടനം ചെയ്യേണ്ടതുണ്ട്, ഇല്ലാതാക്കേണ്ടതുണ്ട്, പാർട്ടിയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിലേക്ക് നേതൃത്വമെത്തി. അതുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുമായി ബന്ധമുള്ളവർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ നിത്യസന്ദർശകനാണ് എന്നും ആക്ഷേപങ്ങളുണ്ട്. അദ്ദേഹത്തിന് പാർട്ടി ഓഫീസിൽ വരുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏരിയ കമ്മിറ്റിയിൽ നടന്നത് എന്നതുകൂടി നമുക്ക് നോക്കാം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട് കോഴിക്കോട്ട് നിന്ന്. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണം എന്നുള്ള നിലപാട് പാർട്ടി എടുത്തു കഴിഞ്ഞതായി R. ശ്രീജിത്ത് വ്യക്തമാക്കുകയാണ്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ നടന്നത് എന്താണ്? ബഹുഭൂരിപക്ഷവും എതിർക്കുകയായിരുന്നു പ്രമോദ് കോട്ടൂളിയുടെ നടപടികളെ, ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തുറന്നു വിമർശിക്കുന്ന രീതിയിലേക്ക് യോഗം പോയോ? സുജിയ, ഇന്നലെ ഏരിയ കമ്മിറ്റിയിൽ പ്രമോദ് കോട്ടൂളിയുടെ ജീവിതശൈലിയെക്കുറിച്ചും വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുമാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചത്. അതിൽ കോഴ ആരോപണത്തെക്കുറിച്ച് ഒരംഗം പരാമർശിച്ചപ്പോൾ അതിനെക്കുറിച്ച് കേൾവിയുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ആക്ഷേപം കേൾക്കുന്നുണ്ട്. പക്ഷേ രേഖാമൂലം ഒരു പരാതി കിട്ടിയെന്ന് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. ഈ പ്രമോദ് കോട്ടൂളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചും കോഴിക്കോട് നഗരത്തിൽ CPIMന്റെ നേതാക്കന്മാർ ഉൾപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കോക്കസിനെ കുറിച്ചും അതിൽ പ്രമോദ് കോട്ടൂളിയുടെ ഇടപെടലിനെ കുറിച്ചുമൊക്കെയാണ് ഇന്നലെ ഏരിയ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായത്. ആ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യത. ഇന്നലെ പ്രമോദ് കോട്ടൂളിക്ക് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിലും ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിൽ കോഴ ആരോപണത്തെക്കുറിച്ച് പരാമർശമില്ല. ഇന്നലെ മോഹനൻ മാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഏത് കോഴ ആരോപണം, അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പാർട്ടിയിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുകയാണെങ്കിൽ, പ്രമോദ് കോട്ടൂളിക്കെതിരെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കോഴ ആരോപണത്തിലാകില്ല എന്നുള്ളത് മോഹനൻ മാഷിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഈ ആരോപണത്തിൽ ആദ്യം മുതൽ തന്നെ ഉറച്ചു നിന്ന കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രവീൺകുമാർ. PSC കോഴയിൽ ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയെ പുറത്തേക്ക് നയിക്കുന്ന തീരുമാനത്തിലേക്ക് CPIM എത്തുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തു തോന്നുന്നു? ആദ്യം പറഞ്ഞത് ഒന്നും അറിഞ്ഞിട്ടില്ല, ഇത്തരത്തിലൊരു പരാതിയില്ല, എല്ലാ മാധ്യമങ്ങളുടെ കോലാഹലം എന്ന് പറഞ്ഞ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനടക്കം തിരുത്തലിന്റെ വഴിയിൽ നിൽക്കുകയാണോ ഇപ്പോൾ? ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്വം തൂക്കി വിൽക്കാൻ ശ്രമിച്ചതിന് ശിക്ഷ കൊടുക്കേണ്ടത് പാർട്ടിയാണോ? ഇവിടെ പാർട്ടി അന്വേഷണം മതിയോ? പാർട്ടി ശിക്ഷ മതിയോ? പാർട്ടി തന്നെ കോടതിയും പാർട്ടി തന്നെ പോലീസ് പോകാൻ പറ്റുമോ? ഇതൊരു വളരെ ഗൗരവമേറിയ വിഷയമല്ലേ? ഈ വിഷയത്തിൽ ഒരു പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയോണ്ട് കാര്യം നടക്കുമോ? ഇതിൽ ഞാനൊരു കാര്യം ഇവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ആള് ഇതിനകത്തെ അഴിമതി എന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്.
വമ്പൻ സ്രാവുകൾ പുറത്തു കിടക്കുകയാണ്. ഇതിന്റെ മുഴുവൻ ഗൂഢാലോചനയും പുറത്തു വരണം, ഇതിന്റെ പിന്നിൽ പുറത്തു വരണം. ഇനി ഇത്തരം ഒരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ആ രീതിയിൽ നടപടി വേണം. ആ നടപടി എടുക്കേണ്ടത് ശ്രീ കെ പ്രവീൺകുമാർ, പാർട്ടിക്കുള്ളിൽ വന്നിട്ടുള്ള ഒരു വിവാദം, ആരോപണം, പരാതി അത് പാർട്ടി തന്നെ പരിഹരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പണം കൊടുത്തയാൾ ഒരു പരാതിക്കാരനായി അല്ലെങ്കിൽ പരാതിക്കാരിയായി ഇതുവരെ പോലീസ് സംവിധാനത്തിന്, അതായത് നിയമ സംവിധാനത്തിന് മുന്നിൽ വന്നിട്ടില്ല. താങ്കൾക്കറിയാമല്ലോ, വൈശാലിന്റെ ഒരേ ഒരു പരാതി മാത്രമാണ് ഇപ്പോൾ നിയമ വഴിയിൽ ആകെ നിൽക്കുന്നത് എന്നത് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇതിലിനി അന്വേഷണം നടക്കണമെങ്കിൽ ആ പരാതിയിൽ വേണം അന്വേഷണം നടക്കാൻ. അവിടെയും തെളിവ് കൊടുക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ ഈ പരാതിയുടെ പകർപ്പ്, പരാതിക്കാർ ആരാണ്, ആരിൽ നിന്നാണ് പണം വാങ്ങിയത്, ഇതിലെല്ലാം തെളിവ് കൊടുക്കേണ്ട ബാധ്യത ആ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുടെ മേൽ വന്ന് പതിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പാർട്ടി അനുഭാവികളായ ഈ പണം കൊടുത്ത ആളുകളൊക്കെ പരാതിയുമായി രംഗത്ത് വരുമെന്ന് കരുതുന്നുണ്ടോ? ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഈ വിഷയം അങ്ങ് അവസാനിപ്പിക്കാനല്ലേ പാർട്ടി നോക്കുന്നത് യഥാർത്ഥത്തിൽ, ശ്രീ പ്രവീൺകുമാർ? ശ്രീ കെ പ്രവീൺകുമാർ, ശിക്ഷിക്കപ്പെടേണ്ട മാത്രം കാര്യമല്ല. അത് നിങ്ങൾക്ക് പറയാം, ഈ ലോകത്തിനും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. ഞങ്ങൾ പറയുന്നു, ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം. ഞാൻ ആവശ്യപ്പെട്ട 2 കാര്യമുണ്ട്. ഒന്നുകിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സംസ്ഥാന ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി. ആ ആവശ്യത്തൊന്നും കോൺഗ്രസ് പുറകോട്ട് പോകില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടവുമായി കോൺഗ്രസ് രംഗത്തുണ്ടാവും. ഒരു തർക്കവും വേണ്ട. പ്രവീൺകുമാറാണ് പ്രതികരിച്ചത്. CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നതുകൂടി നമുക്ക് അറിയണം. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ആർ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. CPIM സംസ്ഥാന നേതൃത്വം വീഴ്ച തന്നെയാണ് സംഭവിച്ചത് എന്ന വിലയിരുത്തലിലേക്ക് എത്തിയത് എപ്പോഴാണ്? ഇന്നലെ രാവിലത്തെ നിലപാടല്ല, ഉച്ചയ്ക്ക് ശേഷം രാത്രിയോടുകൂടി പുറത്തുവരുന്ന വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടത്. ആർ ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ തെറ്റുതിരുത്തലിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വിടാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇങ്ങനെയൊരു കോഴ വാങ്ങിയിട്ടുണ്ട്, ഈ പണം കിട്ടിയിട്ടുണ്ട് എന്നത് പാർട്ടിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതല്ലേ ആർ ശ്രീജിത്ത്? സുജിയ, ഇത് കോട്ടുള്ളി ലോക്കൽ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ആദ്യമായി ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട പരാതി കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനെ അറിയിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഇതേപ്പറ്റി അറിവ് കൊടുക്കുന്നത് കോട്ടുള്ളി ലോക്കൽ കമ്മിറ്റിയിലെ ഒരു വനിതാ നേതാവാണ്. ഈ വനിതാ നേതാവിൻ്റെ സുഹൃത്താണ് ഈ പണം നൽകിയ വനിതാ ഡോക്ടർ. അങ്ങനെയാണ് ആദ്യമായി പരാതി പാർട്ടി നേതൃത്വം മുന്നിലേക്ക് വരുന്നത്. മെയ് അവസാനം ലഭിച്ച ഈ പരാതി പാർട്ടി ജില്ലാ നേതൃത്വം ഒതുക്കി എന്നൊരു ആക്ഷേപം ഇപ്പോൾ CPIMനകത്തുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെയും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അതിലേക്കൊന്നും സംസ്ഥാന നേതൃത്വം ഇത് കടന്നിട്ടില്ല. എന്നാൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ, അതായത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഇടപെടലിലൂടെ PSC അംഗത്വം വാങ്ങി നൽകാം എന്ന് ഉറപ്പ് നൽകിയാണ് ഇത്തരം പണം കൈപ്പറ്റിയത് എന്ന ആക്ഷേപം വന്ന സാഹചര്യത്തിൽ ഇതിനെ ഗൗരവമായി എടുക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കാര്യത്തിൽ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപം കൂടി പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇങ്ങനെ വന്നതിൻ്റെ ഇത് ആരോപണം പുറത്തായതിനു ശേഷം ഇപ്പോൾ നടപടിയിലേക്ക് പോകണം എന്നൊരു തീരുമാനത്തിലേക്ക് വരാൻ കാരണം ഇന്നലെ നടന്ന ഏരിയ കമ്മിറ്റി യോഗമാണ്. ഏരിയ കമ്മിറ്റിയിൽ ഈ ടൗൺ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളിൽ നേരത്തെ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തപോലെ ഭൂരിപക്ഷം അംഗങ്ങളും പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണം എന്ന വികാരത്തിലേക്ക് വന്നു. എന്നുവെച്ച് സാങ്കേതികമായി ഉള്ള ഒരു അറിവ് മാത്രമാണ് ഇന്ന് ലഭിച്ചത്. പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ ഈ ആക്ഷേപത്തിൻ്റെ സങ്കീർണാവസ്ഥകളെപ്പറ്റി, ഇതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റിയെല്ലാം ബോധ്യമുണ്ട്. എങ്കിലും സംഘടനാ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അല്പം സമയമെടുത്ത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ നേരത്തെ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള ഒരു ലാൻഡിങ്, ഈ വിവാദത്തിൽ നിന്നൊരു ലാൻഡിങ് വേണം. ആ ലാൻഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു നേരത്തെ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ സൂചിപ്പിച്ച പോലെ ഇതൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഒരാളെ PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു തട്ടിപ്പുണ്ട്. അതൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ അത്തരമൊരു നടപടിയിലേക്ക് പോയാൽ അത് വലിയ വിവാദങ്ങളിലേക്ക് മാറും. അത് മറ്റ് പല തലങ്ങളിലേക്കും ഈ വിവാദം വികസിക്കും. അത് അങ്ങനെ പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാർട്ടി നേരത്തെ തന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. പാലക്കാട്ട് പ്ലീനത്തിൻ്റെ തീരുമാനപ്രകാരം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ പാർട്ടി നേതൃത്വത്തിന് ആശാസ്യമല്ല എന്ന കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. 2015 കൊൽക്കത്ത പ്ലീനത്തിൻ്റെ അംഗീകരിച്ച റിപ്പോർട്ടിലും ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങൾ പാർട്ടിക്ക് അനഭിമിതമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഘടനാ രീതിക്ക് ചേരാത്ത, സംഘടനയ്ക്ക് നിരക്കാത്ത ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്ക് പോവുക. ആ നടപടിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രമോദ് കോട്ടൂളിക്ക് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം നേടാൻ ഇന്നലെ ചേർന്ന ടൗൺ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചത്. ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും CPIMൻ്റെ അടുത്ത നടപടി. എന്തായാലും പാർട്ടിയുടെ രീതികൾക്ക് നിരക്കാത്ത ബന്ധങ്ങളിൽ എത്തിയ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുക തന്നെ ചെയ്യും. അത് നേരത്തെ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ PSC കോഴ ഇടപാട് എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നതും വ്യക്തമാണ്. ഈ കോഴ ഇടപാട് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ പരിധിയിലേക്ക് വരും. മാത്രമല്ല നേതൃത്വത്തിനെതിരെ കൂടി ആക്ഷേപമുള്ള വിഷയം വീണ്ടും പൊതുജനമധ്യത്തിലേക്ക് വലിച്ചിടുന്നതിന് തുല്യമാകും. ഈ രണ്ട് കാരണങ്ങളിലുള്ള കരുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇങ്ങനെയൊരു കോഴയുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ. ഈ ഒരു ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ പുറത്താക്കുമ്പോൾ അത് തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. VS രഞ്ജിത്ത്, ഇതൊരു കോക്കസ് ഉണ്ട്, ഒരു കോക്കസാണ് ഈ കോഴ പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ 2 കോക്കസുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അവർ തമ്മിലുള്ള വിഭാഗീയത, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ, വ്യാപാരികൾ, ഇടനിലക്കാർ, അവർക്കൊക്കെ നേതാക്കളുമായുള്ള ബന്ധം, അങ്ങനെയുള്ള 2 വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള പ്രവർത്തനം, അതൊക്കെ മറനീക്കി പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെങ്കിൽ നടപടി, തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കുക എന്ന ഒരു നിലപാടിലേക്ക് പാർട്ടിയുടെ ജില്ലാ ഘടകം എത്തുകയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമല്ലേ ഏരിയ കമ്മിറ്റി ചേർന്നത്? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ രഞ്ജിത്ത്? പ്രമോദ് കോട്ടൂളി പുറത്ത് വളരെ ആത്മവിശ്വാസത്തോടെ പ്രതികരിച്ചതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ ഉള്ളിൽ നടന്ന ചർച്ചകളിൽ 18-ൽ 14 എതിർത്തു എന്നാണല്ലോ. ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഈ കോഴ ആരോപണം അത് പാർട്ടി അംഗീകരിക്കേണ്ടതില്ല, പാർട്ടി അതിനെ എൻഡോസ് ചെയ്ത് സംസാരിക്കേണ്ടതില്ല. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ പറയുന്ന കോഴ ആരോപണത്തിലാവരുത് എന്നുള്ളതും ജില്ലാ സെക്രട്ടേറിയറ്റിന് നിർബന്ധമുണ്ടായിരുന്നു. അതിലെ നേതാക്കന്മാർ എല്ലാം ഒന്നടങ്കം അത്തരത്തിലുള്ളൊരു തീരുമാനത്തേക്കാണ് എത്തിയത്. അതുകൊണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാം എന്ന് പറയുന്നത്. ഇന്നലെ ഏരിയ കമ്മിറ്റിയിൽ പ്രമോദ് കോട്ടൂളി തന്നെ പറഞ്ഞിരുന്നു, എനിക്കിതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കൊടുക്കണം, അതായത് എനിക്കെതിരെ കോഴ ആരോപണമുണ്ട്, എനിക്ക് മാധ്യമങ്ങളെ കാണണം എന്ന് ഏരിയ കമ്മിറ്റിയിൽ പ്രമോദ് കോട്ടൂളി പറഞ്ഞപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ എന്ന മട്ടിലുള്ള ഒരു മറുപടിയാണ് ജില്ലാ സെക്രട്ടറി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ കോഴ ആരോപണത്തെക്കുറിച്ച് പാർട്ടി ഒന്നും ഇനി പറയാൻ പോകുന്നില്ല. നടപടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രമോദ് കോട്ടൂളിയുടെ ജീവിതശൈലിയും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും ചൂണ്ടിക്കാണിച്ചായിരിക്കും നടപടി ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രമോദ് കോട്ടൂളി സ്വാഭാവികമായിട്ടും അതിനെതിരെ രംഗത്തെത്തും. ഈ കോഴ ആരോപണത്തെക്കുറിച്ച് തുറന്നു പറച്ചിലേക്ക് എത്തും എന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 22 ലക്ഷം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പ്രമോദ് കോട്ടൂളിക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമോദ് കോട്ടൂളി തുറന്നു പറയുമോ എന്ന് പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഭയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രമോദ് കോട്ടൂളിയുടെ വായടപ്പിക്കേണ്ടതും പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഒരേ സമയം തന്നെ നടപടിയെടുക്കുകയും എന്നാൽ പ്രമോദ് കോട്ടൂളിയുടെ വായടപ്പിക്കുകയും ചെയ്യുക എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. 10 ദിവസമാണ് പ്രമോദ് കോട്ടൂളിക്ക് മറുപടി നൽകാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും സമയം അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക VS രഞ്ജിത്തും R ശ്രീജിത്തുമാണ് നമുക്കൊപ്പം ചേർന്നത് വിവരങ്ങളുമായി. പ്രമോദ് കോട്ടൂളി പുറത്തേക്ക് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇക്കാര്യത്തിൽ CPIM നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. എന്നാൽ PSC കോഴ വിവാദത്തിൽ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുന്ന സംഘടനാ നടപടിയുടെ ഉറച്ച തീരുമാനം വരട്ടെ എന്നുള്ള നിലപാടിലാണ് നേതാക്കളെന്ന് മനസ്സിലാക്കുന്നു. അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി എന്നുള്ള വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടിനൊപ്പം 22 ലക്ഷം കൊടുത്തോ, ആ കൊടുത്തതിന്റെ പേരിലാണോ പുറത്താക്കൽ, അതോ മറ്റേതെങ്കിലും കാരണത്തിന് പുറത്താണോ? അതും അറിയാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.